ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാനൊരു കഥ കേൾക്കുമ്പം എനിക്ക് എപ്പോഴും ഞാനൊന്ന് വായിക്കുന്നതോ അല്ലെങ്കിൽ അവർ പറയുന്നതോ ആയിട്ടുള്ള കഥകൾ ഒറ്റ ഇരിപ്പിൽ തന്നെ എനിക്ക് അത് ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ലൈക്ക് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ്, ഒരു 1 അവറിൻ്റെ ഉള്ളിൽ ഞാനത് വായിച്ചു തരും. ആ വായിക്കുമ്പോൾ എനിക്ക് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ആ കഥ പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഹൂക്കായി എന്നുള്ള രീതിയിൽ ഞാൻ കരുതാറുണ്ട് മോസ്റ്റ്ലി. പിന്നെ അതിൽ പല എലിമെൻറ്റ്സ് ലൈക്ക് നമുക്ക് ജനറിക് ആയിട്ടുള്ള എലിമെൻറ്റ്സ് അല്ലാതെ എന്തെങ്കിലും ഒരു പ്രത്യേകത എന്തെങ്കിലും ഉണ്ടാവണം, ഭയങ്കര ഹൂക്കിംഗ് പോയിൻ്റ് ഉണ്ടാവണം. ഇപ്പോൾ ഞാൻ കിഷ്കിന്ധാകാന്ഡം വായിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഭയങ്കര ഹൈ എന്ന് പറഞ്ഞത് നമ്മുടെ ട്രാൻസിസ്റ്റർ റേഡിയോ മരത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഇമേജാണ്. ആ ഇമേജ് കിട്ടിയപ്പം തന്നെ ഭയങ്കരമായിട്ട് എനിക്കത് കിഷ്കിന്ധാകാന്ഡത്തിൽ ഇന്നായി, എന്താ പറഞ്ഞാൽ ആ വേൾഡിലേക്ക് ഇന്നായി ഞാൻ. അപ്പം അതേപോലെ ഇപ്പോൾ എക്കോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പൂട്ടി തിരിച്ചു വരുമ്പോൾ ആ ജീപ്പിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ട്രാൻസിസ്റ്റർ സംസാരം അത് എന്നെ ഭയങ്കര ഹൈ ആക്കിയത്. എന്താ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വേൾഡല്ല, ഒരിക്കലും നമ്മൾ കാണാത്ത ഒരു സ്ഥലത്താണ് അത് പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേജിങ്, എല്ലാ രീതിയിലും ഒരു വ്യത്യസ്തത ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെയെല്ലാം ഉണ്ടാവണം എന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളൊരു ജനറേഷൻ, ഇപ്പോൾ എൻ്റെ മകനായാലും ഒരു പുതിയൊരു ജനറേഷൻ്റെ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ അവരുടെ മുന്നിലാണ് നമ്മുടെ ഒരു കണ്ടൻറ്റ് നമ്മൾ ഷോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ അവരെന്ന് പറഞ്ഞാൽ ഒരു 1 സെക്കൻഡ് സ്വൈപ്പ് ചെയ്തിട്ട് അവർ റീൽസ് കാണുന്ന ആൾക്കാർ, അവരുടെ മുന്നിൽ നമ്മളൊരു കണ്ടൻറ് ഇടുമ്പോൾ അവരെ ഡിസ്ട്രാക്റ്റ് ആക്കാത്ത രീതിയിൽ എന്തെങ്കിലും നമ്മളിടയ്ക്ക് ഉണ്ടാവണം. അതില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് അവർ വിത്തിൻ സെക്കൻഡ് അവർ മൊബൈലിൽ ഇരിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഒബിയസ്ലി ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു പ്രോപ്പർ ഓഡിയൻ്റാണ്. അപ്പോൾ എന്നെ കണ്ടിന്യൂസ്ലായിട്ട് ഒരു കാരണവശാലും ഡിസ്ട്രാക്റ്റ് ആകാത്ത രീതിയിൽ എനിക്ക് വായിക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റിയാൽ 100% ഞാൻ അതിനൊരു വെയിറ്റ് കൊടുക്കും, ഒരു വില കൊടുക്കും എന്ന് പറയാം. കാരണം അത് പിന്നെ അതിന് ശേഷം ഡിസ്കഷൻ ഉണ്ടാവാം. പക്ഷേ എന്തെങ്കിലും ഹൂക്കിംഗ് എലിമെൻ്റ് ഉണ്ട്. പിന്നെ ഇമോഷണലി എനിക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കണക്ഷനുള്ള എൻ്റെ എല്ലാ കഥകളിലും എൻ്റെ 3 പടങ്ങളെ എടുത്തിട്ടുള്ളൂ, അതിലെല്ലാത്തിലും ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും, ഇമോഷണൽ ഡ്രാമയുണ്ട്. അതെനിക്ക് നിർബന്ധമാണ്. ആ ഇമോഷണൽ ഡ്രാമ മാത്രമല്ല, അതിനപ്പുറം എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഹൂക്കിംഗ് എലിമെൻ്റ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതാണ് മെയിൻ. താങ്ക് യു.